Good morning. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മുടെ NCERT ക്ലാസ് 11 ചാപ്റ്റർ 12 മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് NCERT എക്സാമ്പിൾ സൊല്യൂഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which one of the following rules is not characteristic of an essential element? അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിയണം? എന്താണ് എസെൻഷ്യൽ എലമെന്റ്സ്, ഇനി അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സിന്റെ എക്സാമ്പിൾസിൽ എന്തൊക്കെ വരും, ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ എസെൻഷ്യൽ എലമെന്റ്. അപ്പോ ഒരു എലമെന്റിന്റെ എസെൻഷ്യാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താന്നുള്ളത് ബേസിക്കലി ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണ്? 3 പോയിന്റ്സ് ആണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മുടെ എസെൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സിന്റെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ആ എലമെന്റ് മസ്റ്റ് ബി എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്. അതായത് ഒരു പ്ലാന്റിന് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, അതായത് ഗ്രോത്തും റീപ്രൊഡക്ഷനും തുടങ്ങിയ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ എലമെന്റ് എന്താണ്? ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കണം, ഇന്നവിറ്റബിൾ ആയിരിക്കണം. അപ്പൊ അത് ഫസ്റ്റ് പോയിന്റ്, എസെൻഷ്യൽ ആയിരിക്കണം ഫോർ ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ? ആ എലമെന്റ് മറ്റൊരു എലമെന്റിനാൽ ഒരിക്കലും റീപ്ലേസബിൾ ആയിരിക്കരുത്. ആൻഡ് ആ എലമെന്റിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ ആ എലമെന്റ്സിന് മാത്രമേ സാധിക്കാൻ പാടുള്ളൂ. അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റ്, കനോട്ട് ബി റീപ്ലേസ്ഡ്. ഇനി തേർഡ് പോയിന്റ് പറയുന്നത് എന്താണ്? ദി എലമെന്റ് ഇസ് റിക്വയർഡ് ഡയറക്ട്ലി ഇൻ മെറ്റബോളിക് റിയാക്ഷൻസ്. അതായത് പ്ലാന്റ്സിന്റെ മെയിൻ മെറ്റബോളിക് റിയാക്ഷൻസിൽ ഡിറക്റ്റ് ഇൻവോൾവ്മെന്റ് ആര് കൊണ്ടുവരണം? നമ്മുടെ എലമെന്റ് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ 3 ക്രൈറ്റീരിയം സാറ്റിസ്ഫൈഡ് ആവുന്ന എലമെന്റ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? എസെൻഷ്യൽ എലമെന്റ് എന്ന് വിളിക്കും. ഇനി എന്താണ് എസെൻഷ്യൽ എലമെന്റ്സിന്റെ റോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ്? എസെൻഷ്യൽ എലമെന്റ്സിന് താഴെ തന്നിരിക്കുന്ന ഫങ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ പ്ലാന്റ്സിന്റെ സ്ട്രക്ചറൽ കോമ്പണൻസിനും ബയോമോളിക്യൂൾസിനും ഈ എലമെന്റ് ഇൻകോർപ്പറേറ്റഡ് ആയിരിക്കും. ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ആവുന്നതിന്റെ കൂടെ തന്നെ അതെങ്ങനെ? പ്ലാന്റ്സിൽ നടക്കുന്ന ഓരോ മെറ്റബോളിക് ആക്ടിവിറ്റീസിലും അത് ടേക്ക് പാർട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ പ്ലാന്റ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിന്റെ കോ ഫാക്ടേഴ്സ് ആയിട്ടും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ എസെൻഷ്യൽ എലമെന്റ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കോ ഫാക്ടേഴ്സ് ഓഫ് എൻസൈംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സ്, അതായത് ATP പോലെയുള്ള കമ്പൗണ്ട്സിൽ ഒരു മെയിൻ പാർട്ട് വഹിക്കുന്നതും എസെൻഷ്യൽ എലമെന്റ്സ് ആണ്. ഇനി ഈ 4 പോയിന്റ്സ് ആണ് മെയിൻ റോൾസ് ഓഫ് എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി എസെൻഷ്യൽ എലമെന്റിൽ ഏത് റോളാണ് ഇല്ലാത്തത്? ടു ചേഞ്ച് ദി കെമിസ്ട്രി ഓഫ് സോയിൽ. അതായത് ഈ എലമെന്റ് സോയിൽ ഉണ്ടെങ്കിൽ അതിന് സോയിലിന്റെ കെമിസ്ട്രി ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെയാണ്? ക്രൈറ്റീരിയ അല്ല എസെൻഷ്യൽ എലമെന്റിന്റെ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഏത് റോളാണ് ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് എന്താ? ബീങ് എ കോമ്പണന്റ് ഓഫ് ബയോമോളിക്യൂൾസ്. അതെങ്ങനെയാണ്? അത് കറക്റ്റ് ആണ്, വിച്ച് ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എസെൻഷ്യൽ എലമെന്റ്. അപ്പൊ ഇത് കറക്റ്റ് ആണെന്ന് പറയാം. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബീങ് എ സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് എനർജി റിലേറ്റഡ് കെമിക്കൽ കമ്പൗണ്ട്സ്. ഇതും നമ്മൾ റോൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസിൽ പറഞ്ഞിരുന്നു. അപ്പൊ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് ആക്ടിവേഷൻ ഓർ ഇൻഹിബിഷൻ ഓഫ് എൻസൈംസ്. അതായത് മെയിൻ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് പങ്കെടുക്കുന്ന എൻസൈംസിനെ ആക്ടിവേറ്റോ ഇൻഹിബിറ്റോ ചെയ്യാനുള്ള പ്രോപ്പർട്ടി, അതായത് ബീങ് കോ ഫാക്ടർ ആർക്കുണ്ട്? നമ്മുടെ എസെൻഷ്യൽ എലമെന്റ്സിന് ഉണ്ട്. അപ്പൊ അതും ഒരു കറക്റ്റ് ആയിട്ടുള്ള റോൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് എന്താ? ചേഞ്ചിങ് ദ കെമിസ്ട്രി ഓഫ് സോയിൽ. അത് ആര് ചെയ്യുന്നില്ല? എസെൻഷ്യൽ എലമെന്റ്സിന്റെ ക്രൈറ്റീരിയയിൽ ഈ ചേഞ്ചിങ് ദ കെമിസ്ട്രി ഓഫ് സോയിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ അതെങ്ങനെയാണ്? നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? ചേഞ്ചിങ് ദ കെമിസ്ട്രി ഓഫ് സോയിൽ ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ എസെൻഷ്യൽ എലമെന്റ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ത് തട്ടി? ഓപ്ഷൻ ബി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദ ടേം ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് എൻ എസെൻഷ്യൽ എലമെന്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് എസെൻഷ്യൽ എലമെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ എന്തായിരിക്കും ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് എൻ എസെൻഷ്യൽ എലമെന്റ് എന്ന് അറിഞ്ഞിരിക്കുന്നത്? അപ്പോ എന്താണ്? ഒരു പെർട്ടിക്കുലർ എലമെന്റിന്റെ കോൺസെൻട്രേഷൻ ആൻഡ് ആ പോയിന്റിൽ കുറവ് വന്നാൽ, അതായത് ഒരു ലിമിറ്റഡ് കോൺസെൻട്രേഷൻ ആയിരിക്കും ബിലോ വിച്ച് ആ എമൗണ്ടിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ കുറഞ്ഞാൽ
plant growth is retarded അല്ലെങ്കിൽ stunted. Plant growth നെ റിട്ടാർഡ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റണ്ട് ചെയ്യാൻ സാധിക്കുന്ന ആ ഏറ്റവും ലോവസ്റ്റ് മോസ്റ്റ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എസെൻഷ്യൽ എലിമെന്റിന്റെ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. അപ്പോ ആ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് താഴെ പോയ അപ്പൊ തന്നെ എന്ത് പറ്റും, പ്ലാന്റ് ഗ്രോത്ത് സ്റ്റണ്ടഡ് അല്ലെങ്കിൽ റിട്ടാർഡഡ് എന്ന് പറയാൻ പറ്റും. അപ്പോ ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും, എസെൻഷ്യൽ എലമെന്റ് കോൺസെൻട്രേഷൻ ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡഡ്. അതാണ് എന്ത് നമ്മളിപ്പോ പറഞ്ഞ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന്റെ ഡെഫിനിഷൻ. ഇനി അപ്പൊ എന്താ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് വായിച്ചു നോക്കാം. ബി എന്താണ് പറയുന്നത്, ഓപ്ഷൻ ബി പറയുന്നത് എസെൻഷ്യൽ എലമെന്റ് കോൺസെൻട്രേഷൻ ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ബിക്കംസ് എൻഹാൻസ്ഡ്. ആ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞ ടേം തെറ്റാണ്, റിട്ടാർഡഡ് ആണ് കറക്റ്റ്. അപ്പൊ അതെങ്ങനെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി. ഇനി ഓപ്ഷൻ സി പറയുന്നത് എന്താ, എസെൻഷ്യൽ എലമെന്റ് കോൺസെൻട്രേഷൻ ബിലോ വിച്ച് പ്ലാന്റ് റിമെയിൻസ് ഇൻ ദ വെജിറ്റേറ്റീവ് ഫേസ്. ഫേസും വെജിറ്റേറ്റീവ് ഫേസിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ കാര്യം നമ്മൾ ഏതിൽ പറയുന്നില്ല, ക്രിട്ടിക്കൽ കോൺസെൻട്രേഷനിൽ പറയുന്നില്ല. അപ്പൊ അത് എങ്ങനെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, ഓപ്ഷൻ എ പറയുന്നത് ബിലോ വിച്ച് ദ പ്ലാന്റ് ഗ്രോത്ത് ഇസ് റിട്ടാർഡഡ്. ഇനി എസെൻഷ്യൽ എലമെന്റ്സിന്റെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പറയാനാണെങ്കിൽ എത്ര എസെൻഷ്യൽ എലമെന്റ്സ് പ്ലാന്റ്സിന് ഡിഫൈൻഡ് ആയിട്ടുണ്ട്, there are 17 essential elements for plants. ഇനി ഈ കോൺസെൻട്രേഷൻ എസെൻഷ്യൽ എലമെന്റ് കോൺസെൻട്രേഷൻ ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളതിനെ നമ്മൾ പറയുന്നു ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. ഇനി ഈ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നെസസറി കോൺസെൻട്രേഷന് താഴെയാണ് ആ എലമെന്റിന്റെ പ്രസൻസ് ഡിറ്റക്ട് ആയിരിക്കുന്നത് ഇൻ എ പ്ലാന്റ് എങ്കിൽ നമ്മൾ ആ എലമെന്റ് ഡെഫിഷ്യന്റ് ആണ് ഇൻ ദാറ്റ് പ്ലാന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഓരോ എലമെന്റും എന്ത് ഐദർ ഡിസ്റ്റിങ്ക്ട് സ്ട്രക്ചറൽ ആയിട്ടോ ഫങ്ഷണൽ ആയിട്ടോ റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ പ്ലാന്റ്സ്. ആൻഡ് വെൻ എൻ എലമെന്റ് ഇസ് മിസ്സിംഗ്, അതായത് ഒരു എലമെന്റ് ഡെഫിഷ്യന്റ്, അതായത് ആ മിനിമം മോസ്റ്റ് റിക്വയർഡ് അമൗണ്ടിന് താഴെ നെസസറി കോൺസെൻട്രേഷൻ താഴെ പോയാൽ ഐദർ ഡെഫിഷ്യന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയി പോയാൽ നമ്മുടെ പ്ലാന്റ്സിന് ചില മോർഫോളജിക്കൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ മോർഫോളജിക്കൽ ഓൾട്രേഷൻസ് നമ്മൾ എന്തെന്ന് പറയും, ഡെഫിഷ്യൻസി സൈൻസ് നമുക്ക് വിളിക്കാൻ പറ്റും. കാരണം എന്താ, ഈ ഡെഫിഷ്യൻസി സൈൻ കണ്ടിട്ട് വേണം നമുക്ക് മനസ്സിലാവാൻ. ആ ഫീച്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇറ്റ് സജസ്റ്റ് ദാറ്റ് എന്ത് ഓരോ സ്പെസിഫിക് എലമെന്റിനും ഷോർട്ടേജസ് ആ സ്പെസിഫിക് പ്ലാന്റ് നേരിടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ഇസ് റിട്ടാർഡഡ്, ഓപ്ഷൻ എ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ് ഓഫ് എൻ എലിമെന്റ് tend to appear first in young leaves. It indicates that the element is relatively immobile. Which one of the following element deficiency would show such symptoms? അപ്പോ ഈ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമുക്കറിയാം എന്ത് ഓരോ എലമെന്റിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആബ്സെൻസ് കാരണം നമുക്ക് ചില ഡെഫിഷ്യൻസി സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് പ്ലാന്റിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻ കേസ് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എലമെന്റ്സിന്റെ മെയിൻലി ഏത് ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് മോസ്റ്റ്ലി പ്ലാന്റിന്റെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ്സ് എങ്ങനെയാണ്, നമുക്കറിയാം അവർക്ക് ഈസിലി മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ആ സ്ട്രക്ചർ എത്രത്തോളം മെയിൻറ്റെയിൻഡ് ആവണം അത്രത്തോളം ആ എലമെന്റ് ഇമ്മൊബൈൽ ആയിട്ട് ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ തന്നെ പ്രസന്റ് ആയിരിക്കും. അപ്പൊ റിലേറ്റീവ്ലി ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ്സിൽ എങ്ങനെയാണ് ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം യങ് ലീവ്സിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതില് ഏതിലാണ് അത് കാണിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിന്റെ മീനിങ് എന്താണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിലേറ്റീവ്ലി ഇമ്മൊബൈൽ എലിമെന്റ്. ഇതിൽ സൾഫർ, മാഗ്നീഷ്യം, നൈട്രജൻ ആൻഡ് പൊട്ടാഷ്യം തന്നിട്ടുണ്ട്. ഇതിൽ ഏതിലാണ് റിലേറ്റീവ്ലി ഇമ്മൊബൈൽ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു പാർട്സ് ഓഫ് പ്ലാന്റ് ഷോയിങ് ഡെഫിഷ്യൻസി സിംറ്റംസ്, നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാൻ പറ്റും. എങ്ങനെയാണ്, ഒന്ന് റിലേറ്റീവ്ലി ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ്സ്, രണ്ടാമത്തത് ഈസിലി മൊബൈൽ ആയിട്ടുള്ള എലമെന്റ്സ്. ഇനി ഇമ്മൊബൈൽ ആയിട്ടുള്ള എലമെന്റ് ആണെങ്കിൽ ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം അപ്പിയർ ചെയ്യുന്നത് എവിടെയാണ്, ഫസ്റ്റ് അപ്പിയർ in young leaves and young tissues.
ഇനി ഇത്തരത്തിലായിട്ടുള്ള ഇമ്മൊബൈൽ എലിമെന്റ്സിന്റെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, നമ്മുടെ കാൽഷ്യം, പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സൾഫറും പറയാൻ പറ്റും. കാരണം എന്താ, ഇവര് രണ്ടും they are part of structural component of cell. Being structural component of cell. അപ്പൊ അങ്ങനെ സ്ട്രക്ചറൽ കോമ്പണന്റ് ആയാല് ദേ ആർ നോട്ട് ഈസിലി റിലീസ്ഡ്. അപ്പൊ റിലീസ്ഡ് ആവാത്തിടത്തോളം കാലം അതിന് മൊബിലൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. ഇനി ഇതേ സമയം മൊബൈൽ എലമെന്റ്സിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും, ആദ്യം ഏതിലായിരിക്കും സിംറ്റംസ് അപ്പിയർ ചെയ്യുക, ഫസ്റ്റ് ഇൻ ഓൾഡ് ലീവ്സ് ആൻഡ് ടിഷ്യൂസ്. കാരണം അത് ഈസിലി മൊബൈൽ ആണ്. അപ്പൊ കുറച്ച് ഏജിങ് അല്ലെങ്കിൽ സെനസൻസിന്റെ സയൻസ് കാണിക്കുമ്പോൾ തന്നെ ആ എലിമെന്റ്സ് ഫസ്റ്റ് എങ്ങനെ പെട്ടെന്ന് തന്നെ മൊബിലൈസ് ആയി ന്യൂ ടിഷ്യൂസ് അല്ലെങ്കിൽ യങ് ലീവ്സിലെ ടിഷ്യൂസിലേക്ക് പോകും. അപ്പൊ ഫസ്റ്റ് ഇൻ ഓൾഡ് ലീവ്സ് ആൻഡ് ടിഷ്യൂസ്. ഇതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നൈട്രജൻ, പൊട്ടാഷ്യം, മാഗ്നീഷ്യം, ഇവരൊക്കെ ഈസിലി മൊബൈൽ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പാർട്സ് ഓഫ് പ്ലാന്റ് ഷോയിങ് ഡെഫിഷ്യൻസി സിംറ്റംസ് അനുസരിച്ച് 2 ടൈപ്പ്, അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾ ആൻഡ് ഫസ്റ്റ് ഡെഫിഷ്യൻസി സിംറ്റംസ് എവിടെയാണ് അപ്പിയർ ചെയ്യുക, യങ്ങിലാണോ ഓൾഡിലാണോ എന്ന് വെച്ച് നമുക്ക് ഏതാണ് ഡെഫിഷ്യന്റ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ സൾഫർ, മാഗ്നീഷ്യം, പൊട്ടാഷ്യം, നൈട്രജൻ. അപ്പൊ ഇതിൽ ഏതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് റിലേറ്റീവ്ലി ഇമ്മൊബൈൽ. കാൽഷ്യം അല്ലെങ്കിൽ സൾഫർ കണ്ടാൽ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിൽ കാൽഷ്യം ഇല്ലാത്ത നമുക്ക് ഏത് കുത്താം, സൾഫർ. ഓപ്ഷൻ എ സൾഫർ. ഇനി ഡെഫിഷ്യൻസി സിംറ്റംസ് ഓഫ് കാൽഷ്യം, സൾഫർ പോലെയുള്ള സ്ട്രക്ചറൽ കോമ്പണൻസ് tend to appear first in young leaves. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എലമെന്റ് ഇസ് റിലേറ്റീവ്ലി ഇമ്മൊബൈൽ. ഇനി ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം യങ് ലീവ്സിലും യങ് ടിഷ്യൂസിലും കണ്ടാൽ റിലേറ്റീവ്ലി ഇമ്മൊബൈൽ ആയിട്ടുള്ള എലിമെന്റ്സിന്റെ ഡെഫിഷ്യൻസിയാണ്, വിച്ച് ഇസ് കാൽഷ്യം ആൻഡ് സൾഫർ ബീങ് സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് സെൽ ആൻഡ് ഹെൻസ് ആർ നോട്ട് ഈസിലി റിലീസ്ഡ്. ഇനി ഓൾഡ് ലീവ്സ് ആൻഡ് ടിഷ്യൂസ് ആണെങ്കിൽ നൈട്രജൻ, പൊട്ടാഷ്യം അല്ലെങ്കിൽ മാഗ്നീഷ്യം ആണ് ഡെഫിഷ്യന്റ് ആയിട്ടുള്ള എലിമെന്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണമെങ്കിൽ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിംറ്റംസ് ഇസ് നോട്ട് ഡ്യൂ ടു മാംഗനീസ് ടോക്സിസിറ്റി ഇൻ പ്ലാന്റ്സ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കാൽഷ്യം ട്രാൻസ്ലൊക്കേഷൻ ഇൻ ഷൂട്ട് അപ്പെക്സ് ഇസ് ഇൻഹിബിറ്റഡ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഡെഫിഷ്യൻസി ഇൻ ബോത്ത് അയൺ ആൻഡ് നൈട്രജൻ ഇസ് ഇൻഡ്യൂസ്ഡ്. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് അപ്പിയറൻസ് ഓഫ് ബ്രൗൺ സ്പോട്ട് സറൗണ്ടഡ് ബൈ ക്ലോറോട്ടിക് വിങ്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അപ്പോ നമ്മൾ എലിമെന്റ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഐദർ ടോക്സിസിറ്റി വന്നാലും, അതായത് റിക്വയർഡ് എമൗണ്ടിൽ കൂടുതൽ പ്രസൻസ് ഉണ്ടെങ്കിലും അതിന് റിക്വയർഡ് എമൗണ്ടിൽ കുറവ് പ്രസൻസ് ഉണ്ടെങ്കിലും എങ്ങനെയാണ് നമുക്ക് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സസ് ഓഫ് എൻ എലമെന്റ്, അതായത് ടോക്സിസിറ്റിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നതാണ് എക്സസ് ഓഫ് എൻ എലമെന്റ് ചിലപ്പോൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ ടോക്സിസിറ്റി എന്ന് വിളിക്കും. ഇനി ഈ എക്സസ് ഓഫ് എൻ എലമെന്റ് എങ്ങനെയാണ് ടോക്സിസിറ്റി കോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സംടൈംസ് വെൻ certain elements are excess. അപ്പൊ എന്ത് പറ്റും, it inhibits uptake of another element. അപ്പൊ ഒരു എലമെന്റ് എക്സസിൽ ആയാല് ബാക്കിയുള്ള വേണ്ട എലിമെന്റ്സിന്റെ വേർ മിനിമം അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അപ്ടേക്ക് ആണ് അത് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഇൻഹിബിറ്റ്സ് അപ്ടേക്ക് ഓഫ് അനദർ എലമെന്റ്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ് ടോക്സിസിറ്റി ഓഫ് മാംഗനീസ്. ഇത് NCERT-ലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ടോക്സിസിറ്റി ഓഫ് മാംഗനീസ് വരുന്ന പാർട്ട്. ഇനി ഈ മാംഗനീസ് ടോക്സിസിറ്റി വന്നാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഫസ്റ്റ് ഒബ്സർവബിൾ തിങ് അല്ലെങ്കിൽ ഫസ്റ്റ് നോട്ടിസബിൾ തിങ് എന്താന്ന് വെച്ചാൽ മാംഗനീസ് കൂടാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചില പ്രോമിനന്റ് സിംറ്റംസ് ഓഫ് ടോക്സിസിറ്റി കാണാൻ പറ്റും. ആൻഡ് ഈ പ്രോമിനന്റ് സിംറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും, പ്രോമിനന്റ് സിംറ്റംസ് ഓഫ് ടോക്സിസിറ്റി നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ബ്രൗൺ സ്പോട്ട്, അതായത് പ്ലാന്റിൽ ബ്രൗൺ സ്പോട്ട്സ് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഇതില്
മേ ബി മാംഗനീസിന്റെ ടോക്സിറ്റി കാരണം ആവാം ഇത് കാണുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലോറോട്ടിക് വെയിൻസ്. അപ്പൊ ഈ രണ്ട് പോയിന്റും മാംഗനീസ് ടോക്സിറ്റിന്റെ പ്രോമിനന്റ് സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് ഫിസിയോളജിക്കലി പ്ലാന്റ്സിന് എന്ത് കോസ് ചെയ്യുന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം അത് അയണിന്റെയും മാംഗനീസിന്റെയും അപ്ടേക്കിനെ റെഡ്യൂസ് ചെയ്യുന്നു. അതായത് റെഡ്യൂസസ് അപ്ടേക്ക് ഓഫ് അയൺ ആൻഡ് മാഗ്നീഷ്യം. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്ത്? മാഗ്നീഷ്യം നമുക്കറിയാം ഒരു ഇമ്പോർട്ടന്റ് കോ ഫാക്ടർ ആണ് വിച്ച് വർക്ക്സ് വിത്ത് സർട്ടൻ എൻസൈംസ് ടു ക്യാരി ഔട്ട് മെറ്റബോളിക് റിയാക്ഷൻസ്. അപ്പോ ഇങ്ങനെ മാഗ്നീഷ്യം കോ ഫാക്ടർ ആയിട്ട് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് പ്ലാന്റ്സിന് മെറ്റബോളിക് റിയാക്ഷൻസ് മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ബൈൻഡിങ് ഓഫ് മാഗ്നീഷ്യം നമ്മുടെ മാംഗനീസ് എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോ ടോക്സിറ്റി അഗൈൻ രണ്ടാമത്തെ പോയിന്റ്, പ്രിവെന്റ് ബൈൻഡിങ് ഓഫ് മാഗ്നീഷ്യം വിത്ത് ഇറ്റ്സ് എൻസൈം. അപ്പൊ എൻസൈമുമായിട്ട് മാഗ്നീഷ്യം ബൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? എൻസൈം ആക്ടിവേഷൻ നടക്കില്ല. പ്രിവെന്റ്സ് എൻസൈം ആക്ടിവേഷൻ. ഇനി തേർഡ് പോയിന്റ് എന്താന്ന് വെച്ചാല് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ അയണും മാഗ്നീഷ്യം അപ്ടേക്ക് നടക്കുന്നില്ല. മാഗ്നീഷ്യം ഉള്ളതിനാണെങ്കിൽ ബൈൻഡ് ചെയ്യാനും സമ്മതിക്കുന്നില്ല, എൻസൈം ആക്ടിവേഷനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇനി തേർഡ് ആൻഡ് ഫൈനൽ പോയിന്റ് പറയുന്നത് അത് നമ്മുടെ കാൽഷ്യത്തിന്റെ ട്രാൻസ്ലൊക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു ടു ഷൂട്ട് അപ്പെക്സ്. അതായത് കാൽഷ്യം ഒന്നാമത് റിലേറ്റഡ്ലി ഇമ്മൊബൈൽ ആണ് ആൻഡ് അത് മൊബിലൈസ് ചെയ്ത് ഷൂട്ട് അപ്പെക്സിൽ പോയിട്ട് അതിന് കുറച്ച് ക്യാരി ഔട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്. അതും ആര് പ്രിവെന്റ് ചെയ്യുന്നു? മാഗ്നീഷ്യം മാംഗനീസ് ടോക്സിറ്റി പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോ ഇൻഹിബിറ്റ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് കാൽഷ്യം to the shoot apex. അപ്പോ ഇത്രയും കാര്യങ്ങൾ മാംഗനീസ് ടോക്സിറ്റിന്റെ പോയിന്റ്സിൽ അറിഞ്ഞിരിക്കണം. ബ്രൗൺ സ്പോട്സ് ആൻഡ് ക്ലോറോട്ടിക് വെയിൻസ് ആൻഡ് ടോക്സിറ്റി ഓഫ് മാംഗനീസും ഫിസിയോളജിക്കൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ബ്രിങ് അബൌട്ട് ചെയ്യുന്നത് ഇൻ ദി പ്ലാന്റ്സ്. അപ്ടേക്ക് ആരുടെയൊക്കെയാണ് പ്രിവെന്റ് ചെയ്യുന്നത് ആൻഡ് ആരുടെ ബൈൻഡിങ് ആണ് പ്രിവെന്റ് ചെയ്യുന്നത്, ആരുടെ ട്രാൻസ്ലൊക്കേഷൻ ആണ് പ്രിവെന്റ് ചെയ്യുന്നത്. uptake, binding and translocation and whichever elements respectively. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഓപ്ഷൻ എ വന്നിട്ടുണ്ട് കാൽഷ്യം ട്രാൻസ്ലൊക്കേഷൻ ഇൻ ഷൂട്ട് അപ്പെക്സിസ് ഇൻഹിബിറ്റഡ്. അത് നമുക്കിപ്പോ എക്സ്പ്ലനേഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ചോദിച്ചിട്ടുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഡ്യൂ ടു എന്നാണ്. അപ്പൊ എന്താണ്? ഓപ്ഷൻ എ അല്ല ആൻസർ. ഇനി ഓപ്ഷൻ ബി എന്താണ്? ഡെഫിഷ്യൻസി ഇൻ ബോത്ത് അയൺ ആൻഡ് നൈട്രജൻ ഇസ് ഇൻഡ്യൂസ്ഡ്. നമുക്കറിയാം അയൺ ഡെഫിഷ്യൻസി ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്, പക്ഷെ നൈട്രജൻ ഡെഫിഷ്യൻസിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഓപ്ഷൻ സി എന്താ പറയുന്നത്? അപ്പിയറൻസ് ഓഫ് ബ്രൗൺ സ്പോട്ട് സറൗണ്ടഡ് ബൈ ക്ലോറോട്ടിക് വെയിൻ. ഇതെന്താണ്? ഒരു പ്രോമിനന്റ് സിംറ്റമിൽ വരുന്നതാണ് ഡ്യൂ ടു മാംഗനീസ് ടോക്സിസിറ്റി. ഇനി ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഡെഫിഷ്യൻസി ഇൻ ബോത്ത് അയൺ ആൻഡ് നൈട്രജൻ ഇസ് ഇൻഡ്യൂസ്ഡ്. ഇതില് ഡെഫിഷ്യൻസി ഇൻ അയൺ ഇസ് ഇൻഡ്യൂസ്ഡ് എന്ന് വന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ അയൺ ആൻഡ് മാഗ്നീഷ്യം ഇസ് ഇൻഡ്യൂസ്ഡ് എന്ന് വന്നിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നൈട്രജൻ വന്നതുകൊണ്ടാണ് ഈ സെന്റൻസ് റോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഡ്യൂ ടു എന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? എപ്പോഴാണ് ഒരു എലിമെന്റ് ടോക്സിസിറ്റി ഉണ്ടെന്ന് അല്ലെങ്കിൽ ടോക്സിസിറ്റി കോസ് ചെയ്യുന്ന പറയാ? when the micronutrient is present in large amounts than required. ഇനി prominent effects of toxicity is that ബാക്കിയുള്ള എലിമെന്റ്സിന്റെ അപ്ടേക്ക് കൂടി ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മാഗ്നീസ് ടോക്സിറ്റിയിൽ ഏതൊക്കെ എഫക്ട് നമുക്ക് കാണാൻ പറ്റും? കമ്പീറ്റ്സ് വിത്ത് അയൺ ആൻഡ് മാഗ്നീഷ്യം ഫോർ അപ്ടേക്ക്. അപ്പൊ എന്ത് പറ്റും? റിസൾട്ടിങ് ഇൻ റിഡക്ഷൻ ഇൻ അപ്ടേക്ക് ഓഫ് അയൺ ആൻഡ് മാഗ്നീഷ്യം. ഇനി ഇറ്റ് കമ്പീറ്റ്സ് വിത്ത് മാഗ്നീഷ്യം ഫോർ ബൈൻഡിങ് ടു ദി എൻസൈംസ്. അപ്പോ thus inhibiting enzyme activation. In the third point, it inhibits translocation of calcium in the shoot apex. As a result, plant എന്തും കൂടി കാണിക്കാൻ തുടങ്ങും? ഡെഫിഷ്യൻസി സിംറ്റംസ് ഓഫ് കാൽഷ്യം, മാഗ്നീഷ്യം ആൻഡ് അയൺ കൂടി കാണിക്കാൻ തുടങ്ങും. ഇനി ആ പ്രോമിനന്റ് സിംറ്റം എന്ന് പറയുന്നത്, അതായത് ബ്രൗൺ സ്പോട്ട്സ് സറൗണ്ടഡ് ബൈ ക്ലോറോട്ടിക് വെയിൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ട് അറിഞ്ഞിരിക്കും. ഇനി മാഗ്നീസ് ടോക്സിറ്റിയിൽ എന്ത് എഫക്റ്റ് ഇല്ല?
നോ എഫക്ട് ഓൺ അപ്ടേക്ക് ഓഫ് നൈട്രജൻ. അപ്പൊ ആ സെന്റൻസ് ആ നൈട്രജന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട് റോങ് ആയി. ഫൈനൽ ആൻസർ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഡ്യൂ ടു എന്ന് ചോദിച്ചാൽ ബോത്ത് അയൺ ആൻഡ് നൈട്രജൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ബൈ നൈട്രജൻ ഫിക്സിംഗ് മൈക്രോബ്സ് ഇൻക്ലൂഡ്. ആദ്യത്തെ റിയാക്ഷൻ എന്താ വന്നിരിക്കുന്നത് 2NH3 plus 3O2 gives 2NO2 plus 2H plus plus 2H2O and ഈ NO2 again ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് NO3 ഉണ്ടാവുക. ഇനി ക്വസ്റ്റ്യൻ മെയിൻലി ചോദിച്ചിരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദീസ് ഇക്വേഷൻസ് ഇസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം, ഓരോ സ്റ്റെപ്സും ഏത് ബാക്ടീരിയ അല്ലെങ്കിൽ ഏത് ഓർഗാനിസം ആണ് ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്നത് അറിഞ്ഞിരിക്കണം. കാരണം അതാണ് ഓപ്ഷൻസിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓരോ സ്റ്റെപ്സിന്റെയും പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടിരുന്നു, നൈട്രജൻ ആദ്യം ഈ റിയാക്ഷൻസ് എന്താണ്, ഈ റിയാക്ഷൻസ് നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് NCERT നമ്മൾ വായിച്ചപ്പോൾ കണ്ടിരുന്നു നൈട്രിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു ഹോൾ സെറ്റ് ഓഫ് റിയാക്ഷൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും. ഇനി നമുക്കറിയാം എന്ത്, അമോണിയ ആദ്യം ഏതിലേക്ക് പോകും, ഇസ് കൺവേർട്ടഡ് ടു നൈട്രൈറ്റ്. അമോണിയനെ ആദ്യം നൈട്രൈറ്റ് ആക്കുന്നു. ഈ കൺവേർഷൻ നമുക്ക് ഐദർ ഓക്സിഡേഷൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓക്സിഡേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇത് ക്യാരി ഔട്ട് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ എന്ത് വിളിച്ചു, നൈട്രിഫൈയിങ് ബാക്ടീരിയ. ആൻഡ് നൈട്രിഫൈയിങ് ബാക്ടീരിയന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്തിനെ കണ്ടിരുന്നു, നൈട്രോസോമോണാസ്, നൈട്രോസോകോക്കസ്. ഇതൊക്കെ നൈട്രിഫൈയിങ് ബാക്ടീരിയ വിച്ച് ഹെൽപ്സ് ഇൻ കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രൈറ്റിന്റെ കൂടെ വരുന്നതാണ്. ഇനി നമ്മൾ അടുത്ത പ്രോസസ് കണ്ടത് എന്താന്ന് വെച്ചാൽ ഏത് ഉണ്ടായി വന്ന നൈട്രൈറ്റ് ഇസ് അഗെയിൻ കൺവേർട്ടഡ് ടു നൈട്രേറ്റ്. അപ്പൊ നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് നൈട്രൈറ്റിനെ കൺവേർട്ട് ചെയ്യുക ടു നൈട്രേറ്റ്. ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്, നൈട്രോബാക്ടർ, നൈട്രോസിസ്റ്റിസ്. ഇനി ഈ കൺവേർഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതായിരിക്കണം, നമുക്കറിയാം കുറച്ച് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് ഇവര്. അപ്പോ ഈ ബാക്ടീരിയനെ നമ്മൾ എന്ത് വിളിച്ചു, കീമോ ഓട്ടോട്രോഫ്സ് എന്ന് വിളിച്ചു. അതായത് ഓട്ടോട്രോഫ്സിൽ ഫോട്ടോ ഉണ്ട്, കീമോ ഉണ്ട്. ഫോട്ടോ ഓട്ടോട്രോഫ്സ് ഉണ്ട്, കീമോ ഓട്ടോട്രോഫ്സ് ഉണ്ട്. ഇവര് ഏത് ടൈപ്പിലാണ് വരുന്നത്, കീമോ ഓട്ടോട്രോഫ്സ്. അതായത് ദേ ആർ ഏബിൾ ടു മാനുഫാക്ചർ ഓർഗാനിക് ഫുഡ് ഫ്രം ഇനോർഗാനിക് റോ മെറ്റീരിയൽസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എനർജി ഡിറൈവ് ഫ്രം അതർ കെമിക്കൽ റിയാക്ഷൻസ്. അതായത് കീമോ ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ ചില കെമിക്കൽ റിയാക്ഷൻസിന് ഡിറൈവ് ചെയ്യുന്ന എനർജി വെച്ച് അവര് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നു ഫ്രം ഇനോർഗാനിക് റോ മെറ്റീരിയൽസ്. അതിന്റെ ഡെഫിനിഷൻ കൂടി ജസ്റ്റ് എഴുതി വെക്കാണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് എനർജി. എവിടെ നിന്ന് കിട്ടുന്ന എനർജി, ചില എക്സർഗോണിക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി റിലീസിംഗ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ്. എനർജി ഡിറൈവ്ഡ് ഫ്രം എക്സർഗോണിക് കെമിക്കൽ റിയാക്ഷൻസ്. ഇവര് എന്ത് ചെയ്യുന്നു, they are able to manufacture organic food from ഏതിൽ നിന്ന്, from inorganic raw material. ആൻഡ് ഇവർക്ക് ഈ എനർജി എവിടെ നിന്ന് കിട്ടുന്നു, ഈ എക്സർഗോണിക് കെമിക്കൽ റിയാക്ഷൻസിന് കിട്ടുന്നു. ഇത്രയാണ് എന്ത്, നൈട്രിഫിക്കേഷൻ റിയാക്ഷൻസിന് മെയിൻലി അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങൾ. ഇനി എക്സ്പ്ലനേഷൻ നോക്കുകയാണെങ്കിൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് ആദ്യത്തെ പ്രോസസ്. ഈ നൈട്രജൻ ഫിക്സേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ പ്രസന്റ് ഉണ്ട്. ആൻഡ് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫസ്റ്റ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു അമോണിയ ആൻഡ് അതർ റിലേറ്റഡ് കമ്പൗണ്ട്സ് ലൈക്ക് നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ്. ഇനി നൈട്രജൻ ഫിക്സേഷൻ 3 ഡിഫറെന്റ് വേസ് വഴി നടക്കാം. ഏതൊക്കെയാണ്, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ നൈട്രജൻ ഫിക്സേഷൻ ആവാം, അല്ലെങ്കിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആവാം. ഇനി നമ്മൾ ഓൾറെഡി അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി ഈ ഉണ്ടാക്കിയ അമോണിയനെ
ഓക്സിഡേഷൻ നടത്തി നൈട്രൈറ്റ് ആൻഡ് നൈട്രേറ്റ് ആക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ നൈട്രിഫിക്കേഷൻ. ഇനി ആ പ്രോസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അമോണിയ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു, നൈട്രൈറ്റ് ഉണ്ടാവുന്നു, ഹൈഡ്രജൻ അയൺ ഉണ്ടാവുന്നു ആൻഡ് വാട്ടർ ഉണ്ടാവുന്നു. ആൻഡ് ഈ ഓക്സിഡേഷന് ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോകോക്കസ്. ഇനി ഈ ഉണ്ടായി വരുന്ന നൈട്രൈറ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താവുന്നു, അഗെയിൻ ഓക്സിഡൈസ് ആവുന്നു. അതായത് ഓക്സിജന്റെ പ്രസൻസിൽ നൈട്രേറ്റും കുറച്ച് എനർജി റിലീസും ഉണ്ടാവുന്നു. ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നൈട്രോ ബാക്ടർ ആൻഡ് ഓൾസോ നൈട്രോസിസ്റ്റസ്. ഇനി ഈ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത് ആരാണ്? കീമോ ഓട്ടോട്രോപ്സ്. എന്ന് വെച്ചാൽ എന്താ? ദേ ആർ മൈക്രോബ്സ്. ദേ കൻ ബി ഐദർ ഫ്രീ ലിവിങ് അല്ലെങ്കിൽ സിംബയോട്ടിക്. ആൻഡ് ഈ കീമോ ഓട്ടോട്രോപ്സിന്റെ മെയിൻ മെക്കാനിസം എങ്ങനെയാണ്? ദേ ഡിറൈവ് എനർജി ഫ്രം ഓക്സിഡേഷൻ ഓഫ് ഇനോർഗാനിക് കമ്പൗണ്ട്സ്. അതായത് ഇനോർഗാനിക് കമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്ത് ആ എനർജി വെച്ച് അവര് ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കുന്നു ഫ്രം ഇനോർഗാനിക് റോ മെറ്റീരിയൽസ്. ആൻഡ് ദേ ഡോണ്ട് യൂട്ടിലൈസ് ലൈറ്റ്. ലൈറ്റ് ഇൻ കേസ് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഫോട്ടോ ഓട്ടോട്രോപ്സ് എന്ന് പറയായിരുന്നു. പക്ഷെ അവര് യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ട് ദേ ആർ നോട്ട് ഫോട്ടോ ഓട്ടോട്രോപ്സ്. ഇത്രയും കാര്യങ്ങൾ നൈട്രിഫിക്കേഷന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കുക. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് 1 ഇസ് ക്യാരിഡ് ഔട്ട് ബൈ നൈട്രോസോമോണാസ് അല്ലെങ്കിൽ നൈട്രോസോകോക്കസ് എന്ന് പറയുന്നത് ഏതാണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നോട്ട് ട്രൂ ഏതാണെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റെപ്പ് 2 ഇസ് ക്യാരിഡ് ഔട്ട് ബൈ നൈട്രോ ബാക്ടർ. അതും എങ്ങനെയാണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ബോത്ത് സ്റ്റെപ്സ് 1 and 2 can be called നൈട്രിഫിക്കേഷൻ. അതും എങ്ങനെയാണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് എന്താ? ബാക്ടീരിയ ക്യാരിയിങ് ഔട്ട് ദീസ് സ്റ്റെപ്സ് ആർ യൂഷ്വലി ഫോട്ടോ ഓട്ടോട്രോപ്സ്. അതെങ്ങനെയാണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതെങ്ങനെ ഫോൾസ് ആയി. ഇനി ഇതിന്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഇവിടെ കീമോ ഓട്ടോട്രോപ്സ് എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായി? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ? ഓപ്ഷൻ ഡി. ബാക്ടീരിയ ക്യാരിയിങ് ഔട്ട് ദീസ് സ്റ്റെപ്സ് ആർ യൂഷ്വലി ഫോട്ടോ ഓട്ടോട്രോപ്സ് അല്ല, കീമോ ഓട്ടോട്രോപ്സ് ആണ്. ഇനി 6th ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ with regard to biological nitrogen fixation by rhizobium in association with soybean, which one of the following statement അല്ലെങ്കിൽ statements does not hold true? ഏതാണ് ശരി അല്ലാത്തത്? അതായത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് നൈട്രോജനേസ് may require oxygen for its functioning. Nitrogenase is molybdenum iron protein, MOFE protein. ഇനി ഓപ്ഷൻ സി പറയുന്നത് leg hemoglobin is a pink colored pigment. ഓപ്ഷൻ ഡി nitrogenase helps to convert N2 അതായത് നൈട്രജൻ ഗ്യാസ് into 2 molecules of ammonia. ഇനി ഇത് ആരുടെ കേസിലാണ് പറയുന്നത്? നൈട്രജൻ ഫിക്സേഷൻ ബൈ റൈസോബിയം ഇൻ അസോസിയേഷൻ വിത്ത് സോയ്ബീൻ. അപ്പോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ നമുക്കറിയാം സോയ്ബീന്റെ റൂട്ട്സിൽ എങ്ങനെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ചില നോഡ്യൂൾസ് ആർ പ്രസന്റ്. സോയ്ബീന്റെ റൂട്ട്സിൽ എന്തുണ്ട്? നോഡ്യൂൾസ്. ആൻഡ് ദീസ് നോഡ്യൂൾസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ആക്ട് ആസ് സൈറ്റ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. ഇനി ഈ നോഡ്യൂൾസിന് നൈട്രജൻ ഫിക്സേഷന് നടക്കുന്ന സൈറ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ ആവണമെങ്കിൽ നമുക്ക് എന്താന്നിരിക്കണം? എല്ലാ റിക്വയർഡ് കോമ്പൗണ്ട്സും അതായത് നൈട്രജൻ ഫിക്സേഷന് വേണ്ട എല്ലാ റോ മെറ്റീരിയൽസും അതിന്റെ എല്ലാ ഫെസിലിറ്റീസും എവിടെ കാണാൻ പറ്റണം? നമ്മുടെ നോഡ്യൂൾസിൽ കാണാൻ പറ്റണം. അപ്പോ ഇത്തരം റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. നൈട്രജൻ ഫിക്സേഷന് മെയിൻലി വേണ്ടത് എന്തൊക്കെയാണ്? കുറെ ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ കമ്പൗണ്ട്സ് വേണം. അതിന്റെ എക്സാമ്പിൾ മെയിൻലി പറയുന്നത് ഒന്നാമത്തത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം വിച്ച് ഇസ് കോൾഡ് നൈട്രോജനേസ്. ഇനി സെക്കൻഡ് നമ്മൾ പറയുന്നത് ഈ നോഡ്യൂൾസിൽ എന്തുണ്ട്? ലെഗ് ഹീമോഗ്ലോബിൻ ഉണ്ട്. ലെഗ് ഹീമോഗ്ലോബിൻ. ഇനി എന്താണ് നൈട്രോജനേസ്? ആ എൻസൈമിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഇത് എന്താണ്? നൈട്രോജനേസ് എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. ആൻഡ് എൻസൈം ആയതുകൊണ്ട് അതിന്റെ മെയിൻ കോമ്പണന്റ് എന്തായിരിക്കും? പ്രോട്ടീൻ. ഇനി ആ പ്രോട്ടീന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും? വിത്ത് മോളിബ്ഡിനം ആൻഡ് അയൺ കോംപ്ലക്സ്. അപ്പൊ അതൊരു MOFE പ്രോട്ടീൻ ആണ് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഈ എൻസൈം എന്തിന്റെ കാറ്റലൈസിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? catalyze the conversion of
ഇമ്പോർട്ടന്റ് ആണ്. കൺവേർഷൻ ഓഫ് atmospheric nitrogen into അമോണിയ. അപ്പൊ N2നെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം ഏതാന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? മോളിബ്ഡിനം അയൺ പ്രോട്ടീൻ ആയ നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ എൻസൈമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ഓക്സിജൻ. അതായത് എന്താ, ഓക്സിജന്റെ പ്രസൻസിൽ ഇതിന്റെ ഫങ്ഷനിങ് നടക്കില്ല. അപ്പൊ എന്ത് പറ്റണം? ഈ ഓക്സിജന് ആ എൻസൈം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പോ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്കാവഞ്ചർ, അതായത് ഓക്സിജൻ സ്കാവഞ്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ലെഗ് ഹീമോഗ്ലോബിന്റെ ആദ്യത്തെ എക്സ്പ്ലനേഷൻ എന്തായിരിക്കും? ഇറ്റ് ഇസ് ആൻ ഓക്സിജൻ സ്കാവഞ്ചർ പ്രസന്റ് ഇൻസൈഡ് ദി നോഡ്യൂൾസ്. അതൊരു ഓക്സിജൻ സ്കാവഞ്ചർ ആണ്. അപ്പോ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് റെഗുലേറ്റ്സ് ഓക്സിജൻ സപ്ലൈ ബൈ ക്രിയേറ്റിംഗ് അനേറോബിക് എൻവയൺമെന്റ്. ഇപ്പൊ നോഡ്യൂൾസിന്റെ നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്ന നോഡ്യൂൾസിന്റെ ഉള്ളിൽ അതൊരു അനേറോബിക് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഹെൻസ് ഹെൽപ്പ് ഇൻ റെഗുലേറ്റിംഗ് ഓക്സിജൻ സപ്ലൈ. ഇത്രയാണ് എന്തിനെ പറ്റി പറയുന്നത്? സോയാബീന്റെ ഉള്ളില് അവരുടെ റൂട്ട്സിൽ കാണുന്ന നോഡ്യൂൾസിൽ എന്ത് നടക്കുന്നത്? നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെ നടക്കുന്നു, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആരൊക്കെയാണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലനേഷൻ പറയാനുള്ളത്. ഇനി സോയാബീൻ എന്താണ്? ലെഗ്യുമിനസ് പ്ലാന്റ്സ് ആണ്. ഈ ലെഗ്യുമിനസ് പ്ലാന്റ്സിന് സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് റൈസോബിയം നമുക്ക് കാണാൻ പറ്റും ടു ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ഇനി നമുക്ക് അവരുടെ നോഡ്യൂൾസ് എടുത്ത് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും? ഈ പിങ്ക് കളേർഡ് പിഗ്മെന്റ് ആണ് എന്തെന്ന് പറയാൻ പറ്റുക? നമ്മുടെ ലെഗ് ഹീമോഗ്ലോബിൻ വിച്ച് ആക്ട്സ് ആസ് ആൻ ഓക്സിജൻ സ്കാവഞ്ചർ. ഇതാണ് എന്ത്? ഓരോ സിംഗിൾ നോഡ്യൂൾസ്. ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള റൈസോവിയം പ്രസന്റ് ആയിരിക്കും. ആൻഡ് ദേ ആർ ഇൻ എ സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് ദ റൂട്ട്സ് ഓഫ് ലെഗ്യുമിനസ് പ്ലാന്റ്സ്. ഇനി ഈ ബാക്ടീരിയ ഉള്ളതുകൊണ്ട്, ഫ്രീ ലിവിംഗ് ബാക്ടീരിയ റൈസോബിയം ഉള്ളതുകൊണ്ട് പ്ലാന്റ്സിന് എന്തുണ്ട്? റൂട്ടില് ഒരു നോഡ്യൂൾ ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും at the site of infection of the bacteria. And ഈ symbiotic association കാരണം രണ്ടാക്കും, both the bacteria and ഏത് നമ്മുടെ leguminous plants are deriving benefit for each other. ഇനി ഈ നോഡ്യൂൾസിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ ഫിക്സിംഗ് എൻസൈം ആയിട്ടുള്ള നൈട്രോജനേസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഓക്സിജൻ സ്കാവഞ്ചിങ് പിങ്ക് കളേർഡ് പ്രോട്ടീൻ ആയിട്ടുള്ള ലെഗ് ഹീമോഗ്ലോബിനും കാണാൻ പറ്റും. എൻസൈമിന്റെ പ്രത്യേകത ഓൾറെഡി പറഞ്ഞിരുന്നു. MOFE protein ആണ് gets inactivated in the presence of oxygen. Leg hemoglobin, which is an oxygen scavenging pink colored protein inside the nodules, protects nitrogenase from oxygen. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? Which of the following does not hold true? Option A, nitrogenase may require oxygen for its functioning. അതെങ്ങനെയാണ്? false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The enzyme gets inactivated in the presence of oxygen. അപ്പൊ ഇതെങ്ങനെയാണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് നൈട്രോജനേസ് ഇസ് MOFE പ്രോട്ടീൻ. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ സി ലെഗ് ഹീമോഗ്ലോബിൻ ഇസ് എ പിങ്ക് കളേർഡ് പിഗ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി നൈട്രോജനേസ് ഹെൽപ്സ് ടു കൺവേർട്ട് നൈട്രജൻ ഗ്യാസ് ഇൻ ടു 2 molecules of ammonia. അതും എങ്ങനെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 6th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ. അതായത് നൈട്രജനേസ് ഇസ് നോട്ട് റിക്വയർഡ്. അതായത് നൈട്രജനേസ് മേ റിക്വയർ ഓക്സിജൻ അല്ല, ഡസൻ റിക്വയർ ഓക്സിജൻ ഫോർ ഇറ്റ്സ് ഫംഗ്ഷനിങ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. 6th ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ മാച്ച് ദി എലിമെന്റ് വിത്ത് ഇറ്റ്സ് അസോസിയേറ്റഡ് ഫംഗ്ഷൻസ് ഓർ റോൾസ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ അമംഗ് ഗിവൺ ബിലോ. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് ബോറോൺ, മാംഗനീസ്, മോളിബ്ഡിനം, സിങ്ക് ആൻഡ് അയൺ. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ടു ലിബറേറ്റ് ഓക്സിജൻ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. ഏതാണ്? വാട്ടർ സ്പ്ലിറ്റിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മാംഗനീസ് ആണ്. അപ്പോ ബിനെ നമുക്ക് 1 മാച്ച് ചെയ്യാൻ പറ്റും. B1 ആണ് നമുക്ക് മനസ്സിലായി. ഇനി നീഡഡ് ഫോർ സിന്തസിസ് ഓഫ് ഓക്സിൻസ്. ഓക്സിൻസ് എന്താണ്? ഒരു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ്. ആൻഡ് ഇതിന്റെ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? സിങ്ക് എന്ന് പറഞ്ഞ എലിമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡിനെ 2 മാച്ച് ചെയ്യും. ഇനി
തേർഡ് പറഞ്ഞിരിക്കുന്ന കോമ്പണന്റ് ഓഫ് നൈട്രോജനേസ്. നമുക്കറിയാം കോമ്പണന്റ് ഓഫ് നൈട്രോജനേസ് ഇസ് MOFE പ്രോട്ടീൻ. മോളിബ്ഡീനും അയണും ബോത്ത് കോമ്പണന്റ്സ് ആണ്. അപ്പൊ സിയും ഇയും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഫോർത്ത് വന്നിരിക്കുന്ന പോളൻ ജെർമിനേഷൻ നമുക്കറിയാം. പോളൻ ജെർമിനേഷൻ നമുക്കറിയാം ഹെൽപ്പ് ചെയ്യുന്നത് ബോറോൺ എന്ന് പറയുന്ന എലിമെന്റ് ആണ്. അപ്പൊ A സ്റ്റാൻഡ്സ് ഫോർ 4 ആണ് നമുക്ക് മനസ്സിലായി. A ഓപ്ഷൻ 4. ഇനി ഈ അയൺ നമുക്ക് എന്തുമായിട്ട് ഇതാക്കാം? കോമ്പണന്റ് ഓഫ് ഫെറിഡോക്സിന് നമുക്ക് അയൺ ആയിട്ട് മാച്ച് ചെയ്യാം. അപ്പൊ E സ്റ്റാൻഡ്സ് ഫോർ 5. ഇനി ഏതാ ബാക്കിയുള്ളത്? C ആണ് ബാക്കിയുള്ളത്. C ഏതാ? മോളിബ്ഡിനം ഇസ് എ കോമ്പണന്റ് ഓഫ് നൈട്രോജനേസ്. അപ്പൊ 3 ആയിട്ട് മാച്ച് ചെയ്യും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ABCDE 4 1 3 2 5. 4 1 3 2 5 എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. 7th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി. ഇനി 8th ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് കൻ ബി ഗ്രോൺ ഇൻ, ഏതാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ? അത് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ സോയിൽ വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. നമുക്കറിയാം പ്ലാന്റ്സിന് എന്ത് വേണം? എസെൻഷ്യൽ ന്യൂട്രിയൻസ് വേണം ഫോർ ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് അതർ ഫങ്ഷൻസ്. അതായത് ഫിസിയോളജിക്കൽ ചേഞ്ചസും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റീസും മെറ്റബോളിക് റിയാക്ഷൻസും ചെയ്യണമെങ്കിൽ എന്ത് വേണം? എസെൻഷ്യൽ ന്യൂട്രിയൻസ് വേണം. ആൻഡ് they can either grow in water containing these essential nutrients അല്ലെങ്കിൽ soil containing these essential nutrients. കാരണം നമ്മൾ പഠിച്ചിരുന്നു ഹൈഡ്രോപോണിക്സ്, വാട്ടറിൽ സോയിൽ ഇല്ലാണ്ട് കൾച്ചറിങ് ഓഫ് പ്ലാന്റ്സ് when roots are immersed in nutrient solution without soil. അപ്പൊ നമുക്കറിയാം പ്ലാന്റ്സിന് either soil അല്ലെങ്കിൽ വാട്ടറിൽ ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് ഓൾ ദി എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഓപ്ഷൻ എ സോയിൽ വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇസ് കറക്റ്റ്. ഓപ്ഷൻ ബി വാട്ടർ വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇസ് ഓൾസോ കറക്റ്റ് ആസ് സീൻ ഇൻ ഹൈഡ്രോപോണിക്സ്. ഓപ്ഷൻ സി ഈതർ വാട്ടർ ഓർ സോയിൽ വിത്ത് എസെൻഷ്യൽ ന്യൂട്രിയൻസും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി വാട്ടർ ഓർ സോയിൽ വിത്തൗട്ട് എസെൻഷ്യൽ എലിമെന്റ്സ്. അതെങ്ങനെയാണ്? തെറ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? വിത്തൗട്ട് അല്ല, വിത്ത് ആണ് ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി നമുക്ക് പറയുന്നത്. 8th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നെയിം എ പ്ലാന്റ് വിച്ച് ആക്യുമുലേറ്റ് സിലിക്കൺ. അപ്പോ എന്താണ് സിലിക്കൺ ആസ് എൻ എലിമെന്റ്? നമ്മുടെ പ്ലാന്റ്സിന് എങ്ങനെയാണ് ഓരോ ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. എങ്ങനെ? സിലിക്കൺ ഇൻക്രീസസ് ടോളറൻസ് ടുവേർഡ്സ് സ്ട്രെസ്സസ്, അതായത് ലാക്ക് ഓഫ് വാട്ടർ അല്ലെങ്കിൽ അതർ സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് വിച്ച് ദി പ്ലാന്റ് ഫേസസ്. ഇങ്ങനെയുള്ള സ്ട്രെസ്ഫുൾ കണ്ടീഷൻസ് ടോളറൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എലിമെന്റ് ആണ് സിലിക്കൺ. ആൻഡ് സിലിക്കൺ ഇതിനോടുകൂടി എന്തുകൂടി ചെയ്യും? വിൽട്ടിംഗ് ഓഫ് പ്ലാന്റിന് ഡിലേ ചെയ്യുന്നു. ആൻഡ് ഓൾസോ എലിമെന്റ് ടോക്സിറ്റിന്ന് നമ്മുടെ പ്ലാന്റ്സിന് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെ സിലിക്കണിന്റെ ഫങ്ഷൻസ് ആണ് ആസ് എൻ എലിമെന്റ്. ഇനി ഇതിന്റെ എക്സാമ്പിൾ, അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചത് അക്യുമുലേറ്റിംഗ് സിലിക്കൺ ആയിട്ടുള്ള പ്ലാന്റിന്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒറൈസ സെറ്റൈവ ഇസ് എ പ്ലാന്റ് അക്യുമുലേറ്റിംഗ് സിലിക്കൺ നമുക്ക് പറയാൻ പറ്റും. ഒറൈസ സെറ്റൈവ എന്താണ്? റൈസിന്റെ ബയോളജിക്കൽ നെയിമാണ് ഒറൈസ സെറ്റൈവ. ഇതിന്റെ ആൻസർ എന്താണ്? ഒറൈസ സെറ്റൈവ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ മൈക്കോറൈസ ഇസ് എ മ്യൂച്വലിസ്റ്റിക് അസോസിയേഷൻ. ഹൗ ഡു ദി ഓർഗാനിസംസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് അസോസിയേഷൻ ഗെയിൻ ഫ്രം ഈച്ച് അതർ? ഇനി നമുക്കറിയാം മൈക്കോറൈസ എന്താണ്? റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും ഫംഗസും തമ്മിലുള്ള ഒരു സിംബിയോട്ടിക് അസോസിയേഷൻ ആണ്. ഇനി ഇതില് ഓരോ കോമ്പണന്റ്, അതായത് ബോത്ത് പ്ലാന്റ്സിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്, ഫംഗസിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പൈനസ് ഇസ് എൻ എക്സാമ്പിൾ വെയർ മൈക്കോറൈസ ഇസ് സീൻ. അതിന്റെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇനി ബെനിഫിറ്റ് ടു ദി പ്ലാന്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്? ഫംഗൈസ് എ ക്ലോറോഫില്ലസ്, അതായത് ക്ലോറോഫിൽ ഇല്ല, അപ്പൊ ഓൺ ഫുഡ് ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ എന്ത് പറ്റും? അതിന് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുഡ് കണ്ടെത്തുന്നത്. അപ്പോ ഇറ്റ് ഹാസ് എ ഡയറക്റ്റ് ആക്സസ് ടു ഗ്ലൂക്കോസ് ആൻഡ് സൂക്രോസ്. കാരണം എന്താ? ഈ പ്ലാന്റിൽ നിന്ന് സിംബിയോട്ടിക് അസോസിയേഷൻ കാരണം അവരുണ്ടാക്കുന്ന ഫുഡ് ആർക്ക് കിട്ടുന്നുണ്ട്? ഫംഗസിന് കിട്ടുന്നുണ്ട്. അപ്പോ പ്ലാന്റ് ഇസ് എ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ദി ഫംഗൽ കോമ്പണന്റ്. അതേസമയം ഫംഗസിന് തിരിച്ചെന്താണ് കിട്ടുന്നത്? ബെനിഫിറ്റ് ടു ദി ഫംഗൽ കോമ്പണന്റ് എന്താണ്? ഫംഗൽ ഹൈഫേ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? മൊബിലൈസിങ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞ എസെൻഷ്യൽ എലമെന്റിന്റെ മൊബിലൈസേഷന് ഫംഗൽ ഹൈഫേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൊബിലൈസിങ് ഫോസ്ഫറസ് ആരെ ഹെൽപ്പ് ചെയ്യുന്നു? നമ്മുടെ ഫംഗൽ ഹൈഫേ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഫോസ്ഫറസ് ബീങ് എൻ ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ഓഫ്
ന്യൂക്ലിക് ആസിഡിലും ഫോസ്ഫറസ് വേണം, സെൽ മെംബ്രെയിനും ഫോസ്ഫറസ് വേണം, എനർജിയിലെ കോമ്പണന്റ് ആയിട്ടും ഫോസ്ഫറസ് ഉണ്ട്. അപ്പൊ ഫംഗസ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? അബ്സോർപ്ഷൻ ഓഫ് വാട്ടറും മിനറൽസിന്റെയും ഒക്കെ ഹെൽപ്പ് ആർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നു? ഇങ്ങനെ ഫംഗസ് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് അത് പ്ലാന്റ്സിന് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നു. ഈ ബെനിഫിറ്റ് ടു ദി പ്ലാന്റും ബെനിഫിറ്റ് ടു ദി ഫംഗൽ കോമ്പണന്റും തിരിച്ച് ഓപ്പോസിറ്റ് ആയി പോയി. ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്ലാന്റ് ഇസ് എ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ദി ഫംഗൽ കോമ്പണന്റ് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ടു ദി ഫംഗസ് ആണ്. ആൻഡ് സെക്കൻഡ് പറയുന്നത് ബെനിഫിറ്റ് ടു ദി പ്ലാന്റ് ആണ്. ഫോസ്ഫറസ് ബീങ് അവൈലബിൾ അബ്സോർബ്ഡ് ബൈ ദി ഫംഗസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, നൈട്രജൻ ഫിക്സേഷൻ ഇസ് ഷോൺ ബൈ പ്രോകര്യോട്സ് ആൻഡ് നോട്ട് ബൈ യൂകര്യോട്സ്. കമന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് അതിനെ നൈട്രേറ്റ്സും ആയിട്ട് കൺവേർട്ട് ചെയ്താലേ നൈട്രജൻ ഫിക്സേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അപ്പൊ ഈ നൈട്രോജനേസ് എൻസൈം ആരിലെ നമുക്ക് കാണാൻ പറ്റുള്ളൂ? പ്രോകര്യോട്സിന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോകര്യോട്സിലാണ് എൻസൈം എങ്കിൽ എന്ത് പറയാൻ പറ്റും? പ്രോകര്യോട്സിലാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കാൻ പറ്റുള്ളൂ നമുക്ക് പറയാൻ പറ്റും. അപ്പോ നൈട്രജൻ ഫിക്സേഷൻ ആരിലെ കാണാൻ പറ്റും? ഷോൺ ബൈ പ്രോകര്യോട്സ് ആൻഡ് നോട്ട് ബൈ യൂകര്യോട്സ്. കാരണം എന്താ? നൈട്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ആരിലില്ല? യൂകര്യോട്സിന് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് അവര് നൈട്രജൻ ഫിക്സേഷൻ എക്സിബിറ്റ് ചെയ്യില്ല. ഇത്രയാണ് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, carnivorous plants like Nepenthes and Venus flytrap have nutritional adaptations. Which nutrient do they specially obtain and from where? അപ്പോ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിനെ നമ്മൾ കാർണിവോറസ്. ഇൻ കേസ് എന്ത്? നെപ്പെന്തസ് ആൻഡ് വീനസ് ഫ്ലൈട്രാപ്പ്. ഇവർക്ക് എങ്ങനെയാണ്? ഈ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന സ്ഥലം നൈട്രജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. അപ്പൊ ഡയറക്ട്ലി ഫ്രം ദി സോയിൽ അവർക്ക് നൈട്രജൻ അവൈലബിൾ അല്ല. അപ്പൊ ദേ കനോട്ട് ഗെറ്റ് നൈട്രജൻ ഫ്രം ദി സോയിൽ. അപ്പോ ഇതിന് ചില മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉണ്ട് വിച്ച് ഹെൽപ്സ് ഇറ്റ് ടു അക്വയർ ദിസ് നൈട്രജൻ ഡെഫിഷ്യന്റ് ഏരിയാസിലെ സോയിൽ നിന്നുള്ള നൈട്രജൻ ഫ്രം അതർ സോഴ്സസ്. അങ്ങനെയുള്ള ഒരു സോഴ്സ് ആണ് എന്ത്? ദേ ട്രാപ്പ് ഇൻസെക്ട്സ് ആൻഡ് ഡൈജഷൻ കഴിഞ്ഞ് ഈ ഇൻസെക്ട്സിന് എന്ത് ഡിറൈവ് ചെയ്തെടുക്കുന്നവര്? നൈട്രജൻ ഇസ് ഡിറൈവ്. അപ്പോ ഇൻസെക്ട്സ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് നൈട്രജൻ ഫോർ ദം. ഇനി ഫോർ എക്സാമ്പിൾ ഇൻ നെപ്പന്തസ് ലാമിന ഓഫ് ലീഫ് എടുത്ത് നോക്കിയാൽ ഇറ്റ് ഇസ് മോഡിഫൈഡ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കണ്ടതാണ്. ഇൻ പിക്ചർ പ്ലാന്റ് അല്ലെങ്കിൽ നെപ്പന്തസ് ലീഫ് ലാമിന ഇസ് മോഡിഫൈഡ് ഇൻ ടു എ പിക്ചർ. ആൻഡ് ഈ പിക്ചറിൽ എങ്ങനെയാണ്? ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രസന്റ് ആണ്. അപ്പോ ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യുന്നു ആൻഡ് ഡൈജഷൻ ചെയ്യുന്നു ആൻഡ് ഫൈനലി അവരിന്ന് നൈട്രജൻ അക്വയർ ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഡയഗ്രാം. അതിൽ ലീഫ് ലാമിന നമുക്കറിയാം പിക്ചർ ഷേപ്പില് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആൻഡ് അവർക്ക് അവരുടെ ലീഫ് അപ്പെക്സ് ലിഡ് ഈ പിക്ചറിന്റെ ലിഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് നൈട്രജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്ത് നൈട്രജൻ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. They obtain nitrogen from insects. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? Which nutrient do they especially obtain and from where? അപ്പൊ നൈട്രജൻ അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നു and from these trapped insects. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. Think of a plant which lacks chlorophyll. From where will it obtain nutrition? Give an example of such a type of plant. അപ്പോ ക്ലോറോഫിൽ ഇല്ലാത്ത പ്ലാന്റിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? Achlorophyllous plants എന്ന് വിളിച്ചു. ഇനി അതിന്റെ എക്സാമ്പിൾ, അതായത് Achlorophyllous ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താ? ദേ ലാക്ക് ക്ലോറോഫിൽ. അപ്പൊ ദേ കനോട്ട് സിന്തസൈസ് ഫുഡ് ഓൺ ദെയർ ഓൺ. അപ്പൊ അവര് ബാക്കിയുള്ള സോഴ്സസിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫോർ ദെയർ ന്യൂട്രിഷൻ. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട അല്ലെങ്കിൽ മാർബിൾ. അവർക്ക് എങ്ങനെയാണ്? ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് അവർക്ക് ന്യൂട്രിഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ദേ ആർ മോഡിഫൈഡ് ഇൻ ടു പാരസൈറ്റ്സ്. അപ്പൊ ദേ ആർ പാരസിറ്റിക് ഇൻ നേച്ചർ ആൻഡ് ഹെൻസ് ദേ ഒബ്റ്റെയിൻ നറിഷ്മെന്റ് ഫ്രം ഹോസ്റ്റ് പ്ലാന്റ് ത്രൂ ഹോസ്റ്റോറിയ. അതായത് ഹോസ്റ്റ് പ്ലാന്റിൽ അവര് പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ദേ ഹാവ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഹോസ്റ്റോറിയ. ആൻഡ് അങ്ങനെയുള്ള ഹോസ്റ്റോറിയയുടെ പ്രസൻസ് കാരണം അവര് വലിച്ചെടുക്കുന്നു നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റിന് അവർക്ക് വേണ്ട ന്യൂട്രിഷൻ. So think of a plant which lacks chlorophyll and its way of obtaining nutrition ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? Cuscuta, which is a parasitic plant and lacks chlorophyll. ഇനി 6th question. Name an insectivorous angiosperm. Insectivorous angiospermന്റെ ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് എന്തൊക്കെ പറയാം?
plants which prey on insects, അതായത് ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് they meet their nutrition requirement. അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. വീനസ് ഫ്ലൈ ട്രാപ്പിന്റെ ബയോളജിക്കൽ നെയിം ഡൈനിയ മസിക്യുല. ഇനി ഇതല്ലാണ്ട് നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് പിച്ചർ പ്ലാന്റ് വിച്ച് ഇസ് നെപ്പെന്തസ് പറയാൻ പറ്റും, ഇൻസെക്ടിവോറസ് ആൻജിയോസ്പെർമിന്റെ എക്സാമ്പിൾ ആയിട്ട്. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് a farmer adds azotobacter culture to soil before sowing maize. മെയ്സിന്റെ വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്തു? നമ്മുടെ അസോട്ടോബാക്ടറിന്റെ ഒരു കൾച്ചർ നമ്മൾ സോയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ആൻഡ് വിച്ച് മിനറൽ എലിമെന്റ് ഇസ് ബീങ് റീപ്ലനിഷ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് അസോട്ടോബാക്ടർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയണം? അസോട്ടോബാക്ടറിന്റെ ഫംഗ്ഷൻ എന്താണ് അറിഞ്ഞിരിക്കണം. എന്താണ്? അസോട്ടോബാക്ടർ ഇസ് എ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ. Azotobacter is a free living bacteria. അത് ഒന്നാമത്തെ പോയിന്റ്. ഇതിൽ ഈ ഫ്രീ ലിവിംഗ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. നോൺ ഫ്രീ ലിവിംഗ് എക്സാമ്പിൾ ഒക്കെ വഴി വരുന്നത്. അപ്പൊ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. അസോട്ടോബാക്ടർ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ. ആൻഡ് ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹെൽപ്സ് ഇൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. ഇനി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ നടത്തി അവർ എന്ത് ചെയ്തു? എൻഹാൻസ് നൈട്രജൻ ഇൻ ദി സോയിൽ. അതായത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഒക്കെ എങ്ങനെ എന്തിലേക്കാക്കും? അവർക്ക് സോയിൽ നിന്നാണ് മിനറൽസും ന്യൂട്രിഷനും വലിച്ചെടുക്കുന്നത്. അപ്പൊ സോയിലിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചാലേ അവർക്ക് അവിടുന്ന് ന്യൂട്രിഷൻ അവർക്ക് വേണ്ടത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഡയറക്ട്ലി കൺസ്യൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ദേ ഹെൽപ്പ് ഇൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് എൻഹാൻസ് നൈട്രജൻ ഇൻ ദി സോയിൽ. ഇത്രയാണ് അസോട്ടോബാക്ടർ ചെയ്യുന്നത്. ഇനി സൊല്യൂഷനിലേക്ക് തിരിച്ചു വരാണെങ്കിൽ അസോട്ടോബാക്ടർ ബീങ് ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഫൈനലി അമോണിയ നൈട്രൈറ്റും നൈട്രേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫൈനലി അവര് കൺസ്യൂം ചെയ്യുന്നു ഫ്രം ദി സോയിൽ. ഇനി ഇമ്പോർട്ടൻസ് എന്താണ്? നൈട്രജൻ ഫിക്സേഷൻ ബൈ ഓർഗാനിസംസ് ലൈക്ക് അസോട്ടോബാക്ടർ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? സോയിലിനെ റിച്ച് ആക്കുന്നു ഇൻ നൈട്രോജീനസ് കോമ്പൗണ്ട്സ് and therefore acting as a biofertilizer. അപ്പൊ നമുക്ക് അസോട്ടോബാക്ടർ എന്തിനാണ് ഫാമർ ആഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിംഗിൾ സെന്റൻസിൽ നമുക്ക് എന്ത് പറയാം? ആസ് എ ബയോഫെർട്ടിലൈസർ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അസോട്ടോബാക്ടർ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ ആണ്. ഇറ്റ് ഓൾസോ ആക്ട്സ് എ ബയോഫെർട്ടിലൈസർ. അതുകൊണ്ടാണ് നമ്മുടെ സോയിലിലേക്ക് ഫാമർ അസോട്ടോബാക്ടർ കൾച്ചറിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് what type of conditions are created by leg hemoglobin in the root nodule of a legume? ഒരു ലെഗ്യൂമിന്റെ ഉള്ളിൽ ലെഗ് ഹീമോഗ്ലോബിൻ എന്ത് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒന്നുകൂടി പറയാം. ലെഗ് ഹീമോഗ്ലോബിൻ എന്താണ്? ഇറ്റ് ഇസ് എ റെഡ് കളേർഡ് പ്രോട്ടീൻ അല്ലെങ്കിൽ റെഡ് കളേർഡ് പിഗ്മെന്റ് ആണ് which is present in nodules. It is a red colored protein and leguminous plants, soybean പോലുള്ള ലെഗ്യൂംസ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂൾസിൽ ആരെ കാണാൻ പറ്റും? സിംബയോട്ടിക് അസോസിയേഷൻ വിത്ത് എന്ത് കാണാൻ പറ്റും? റൈസോബിയം കാണാൻ പറ്റും. ആൻഡ് ഈ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്യുന്ന റീജിയൻസ് ഇൻ റൂട്ടില് അത് ഒരു നൊഡ്യൂൾ ആയിട്ട് ഡെവലപ്പ് ആവും. ഈ നൊഡ്യൂളിന്റെ ഉള്ളില് ഒരു റെഡ് കളേർഡ് പ്രോട്ടീൻ ഉണ്ട് നോൺ ആസ് ലെഗ് ഹീമോഗ്ലോബിൻ. ഇവരെന്ത് ചെയ്യും? ഫ്രീ ഓക്സിജൻ എപ്പോ സെല്ലിൽ വരുന്നോ അതിനെ സ്കാവെഞ്ചർ ആയിട്ട് ആക്ട് ചെയ്ത് അതിനെ നൊഡ്യൂൾസിന്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാണ്. ഇറ്റ് ഫങ്ഷൻസ് ആസ് എന്ത്? ഓക്സിജൻ സ്കാവെഞ്ചർ ആൻഡ് ഹെൽപ്സ് ഇൻ റിമൂവിംഗ് ഓക്സിജൻ ഫ്രം റൂട്ട് നൊഡ്യൂൾസ് ബൈ സെൻഡിങ് ഇറ്റ് ടു ദി മൈറ്റോകോൺട്രിയ ഫോർ റെസ്പിറേഷൻ. ഓക്സിജനായിട്ട് എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ സെല്ലിന്റെ ഉള്ളിലെ എല്ലാ ഓക്സിജനെയും ട്രാപ്പ് ചെയ്ത് മൈറ്റോകോൺട്രിയയിൽ കൊണ്ടിട്ട് റെസ്പിറേഷന് വേണ്ടി കൺസ്യൂം ചെയ്യപ്പെടുന്നു. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഓക്സിജൻ ഫ്രീ എൻവയൺമെന്റ്. അപ്പൊ എന്ത് പറ്റും? ഓക്സിജൻ ഫ്രീ എൻവയൺമെന്റില് നൊഡ്യൂളിന്റെ ഉള്ളില് നൈട്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ടിവേറ്റഡ് ആയിരിക്കും ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ കൺവേർഷൻ. ഏതിന്? നമ്മുടെ നൈട്രജൻ കമ്പൗണ്ട്സിന്റെ കൺവേർഷന് അത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. നൈട്രോജനേസ് എൻസൈം and helps in proper functioning of enzymes. It catalyzes the conversion of nitrogen to ammonia. So, this oxygen scavenger creates an anaerobic environment, regulates oxygen supply by scavenging it and sending it to mitochondria for respiration and thus consuming the oxygen inside the
സെൽസ്. ഇത്രയാണ് ലെഗ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഇൻസൈഡ് ദി റൂട്ട് നോഡ്യൂൾ നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 8 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 9 തൊട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.